എന്താ പിന്നെ വിശേഷം എന്തുട്ടാ? ആർപ്പോ? അല്ല ഇതെന്തപ്പോ ഇത് പരിപാടി? ഇന്നെന്താ ആർപ്പോ? നാളെ തിരുവോണം നാളാ. നാളെ തിരുവോണം നാളാ. മിനിറ്റ് തിരുവോണം നാളാ. അല്ല നിന്റെ പിരി എവിടെയെങ്കിലും ഊരിപ്പോയിണ്ടോ നോക്കിയതാ? നാളെ തിരുവോണാ? എന്ത് തിരുവോണം? തിരുവോണം നാളാ. മീനമാസത്തെ. മീനമാസത്തിലെ തിരുവോണം നാളിൽ ഇപ്പൊ എന്താ പ്രത്യേകത? അപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ ഓണത്തിന്റെ? ഇന്നിവിടെ എന്തോ ഞങ്ങൾക്കൊക്കെ ചിങ്ങമാസത്തിലെ തിരുവോണം. മീനമാസത്തിലെ തിരുവോണത്തിന് പ്രത്യേകത ഒന്നുമില്ല. മീനമാസത്തിൽ തിരുവോണത്തിന് ജനിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നാളെ പിറന്നാൾ ആഘോഷിക്കാം. ഞാൻ ഇവിടെ പിരി തപ്പായിരുന്നു കേട്ടാ. കാരണം എന്താ അറിയോ, അവൻ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അവൻ പറയണത് നാളെ തിരുവോണാന്ന്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ തപ്പി. പിന്നെ വല്ല പിരി ഇളകി പോയിട്ടുണ്ട് എന്തായാലും ഉറപ്പാ. തപ്പിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോ കുളിമറിയിൽ കുളിപ്പിച്ചോർത്ത് ഒന്ന് പോയി തപ്പട്ടെ. അപ്പോഴാണ് പറയണത് നാളെ മീനമാസത്തിലെ തിരുവോണ നക്ഷത്രാന്ന്. ഇവന് ഞാനുണ്ടല്ലോ എന്താ വേണ്ട ഈ കുറുമ്പൻ എന്നിട്ട് നാളെ ഞാൻ പുളിയിഞ്ചിയും ശർക്കരപ്പേരിയും പാലടയും പരിപ്പ് പ്രഥമനും ചോറും അവിയലും ഓലനും പിന്നെ പൈനാപ്പിൾ പച്ചടിയും പിന്നെന്താ കാളനും സാമ്പാറും എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യ തരാം. ശരിക്കും എന്റെ പൊന്നുമോനെ തിരുവോണ നക്ഷത്രത്തിനൊക്കെ നമുക്ക് ഓണാഘോഷിക്കാൻ പറ്റൂടാ. തിരുവോണ നാൾ വരുമോ? പിന്നെ അത് നിനക്കറിയില്ല. നീ നാളും മാസവും ഒക്കെ തലതിരിച്ച് പറയുന്ന ആളല്ലേ. എല്ലാ മാസവും അല്ല ഇംഗ്ലീഷ് മാസം അല്ല മലയാള മാസം അല്ല മലയാളം നാളുകളില്ലേ നമ്മുടെ ജന്മനക്ഷത്രം, അതെല്ലാം ഇവൻ റിവേഴ്സ് ഓർഡറിൽ ചെയ്യും. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പറയുന്ന ഒരു കുട്ടിയാണ് എൻ്റെ പൊന്നുമോന്. അപ്പൊ അവന് എല്ലാ തിരുവോണത്തിനും ഇവിടെ ഓണാഘോഷിക്കാറുണ്ട്. അതൊരു അഹമ്മതി ചോദ്യമാണല്ലോ. ഇവിടെ ഒരു വണ്ടിയുണ്ട് പിന്നെ തല്ലിട്ട് മോട്ടെ എല്ലാ തിരുവോണം ഇവിടെ ഓണാഘോഷിക്കാറുണ്ടോ? ഇവനെ വലുതാവും തോറും ബുദ്ധി താഴോട്ടാന്ന് തോന്നുന്നുണ്ട്. പിണങ്ങി പോകുന്ന എല്ലാരും കണ്ടിട്ട് എങ്ങനെ പിണങ്ങ അമ്മ അങ്ങോട്ട് കടിക്കണ്ടോ? ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീരിടിപ്പിച്ച് പിണക്കിക്കും. ഇങ്ങനെയല്ല മുഖം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കഴിക്കാം. അല്ല ചെരിഞ്ഞിട്ട് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചക്കരയുടെ മുട്ടൂന്റെ. എന്റെ പൊന്നു വെറുതെ ഇങ്ങനെ തമാശ പറയല്ലടി. തമാശയല്ല വെറുതെ എന്താ ചൂടയ്യോ, ഭയങ്കര ചൂടല്ലേ. അപ്പൊ മീനമാസത്തിലെ തിരുവോണം ആഘോഷിക്കുന്ന ഒരാളിവിടെ ഉണ്ട് കേട്ടാ. മീനമാസത്തിലെ തിരുവോണം അനന്തു ആഘോഷിക്കും. അനന്തിനൊപ്പം നാളെ നല്ലൊരു വിഭവസമൃദ്ധമായ സദ്യ കൊടുത്ത് ഓണം ആഘോഷിപ്പിക്കണം. അപ്പൊ ഞാൻ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. അപ്പൊ അബദ്ധല്ല. ഇതിന് അബദ്ധം എന്ന് ആരെങ്കിലും പറയൂ? ഇതിന് അബദ്ധം എന്നല്ല പറയാ. ഇതിനെന്താ പറയാ? ഇതിന് അബദ്ധം എന്നല്ല പറയാ. പിന്നെ എന്തിനാ പറയാ? കുറുമ്പ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുറുമ്പാണ്. കുറുമ്പ്. മതി, ഞാൻ നിർത്താ. ഞാൻ പോവാ. ഓക്കെ, ഞാൻ നിർത്താണേ.